അതേപോലെ സെൽഫിന്റെ നമ്മുടെ ഹോണിന്റെ തൊട്ട് തന്നെ ആ സെൽഫ് ഇരിക്കുന്നത് അറിയാതെ പോലും കയറി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത് പൊക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് താക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പോൾ കുറച്ച് പോയി പുള്ളിക്കാരൻ ഇതിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഫൈനായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട പിയാജിയോ ആപ്പേ ഷോറൂമിലാണ്. ബുക്ക് ചെയ്ത നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് 2026 1-ാം തീയതിയാണ്. ന്യൂ ഇയർ ആയിക്കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കാമെന്ന് കരുതി നമ്മൾ ഫാമിലിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. കൂടെ ഗോകുലുമുണ്ട്. വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം ഈ ചാനലിലൂടെ ആയിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കാ വണ്ടി സ്പീഡ് കാണിക്കുന്നത്. ഇപ്പോൾ 69% കിടപ്പുണ്ട്. വെള്ളത്തിന്റെ ലെവൽ കിടപ്പുണ്ട്. അതെ വെള്ളത്തിന്റെ ഇപ്പൊ കാണിക്കും. വെള്ളത്തിന്റെ അതിന്റെ കാണിക്കുന്നത് ഈ മീറ്റർ ഈ ഡിസ്പ്ലേ കാണിക്കുന്നത് വെള്ളത്തിന്റെയാ. എത്ര കിലോമീറ്റർ ഓടും എന്നൊക്കെ ഉള്ളതിന്റെ ഇതെല്ലാം കാണിക്കുന്നത് ഇതിനകത്താണ്. പിന്നെ കിലോമീറ്റർ നമ്മുടെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ഇതിനകത്ത് കാണിക്കും. ചെറിയ ഡിസ്പ്ലേ. ഏതാ കേബിളാ വെച്ചേക്കുന്നത്. പക്ഷെ ഡിസ്പ്ലേ വരുമ്പോ ഡിജിറ്റൽ ആയിരിക്കും. മറ്റേ സൂചിയും മറ്റേ കറങ്ങുന്ന സാധനമല്ല, എഴുത്ത് കാണിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. നമ്മൾ നല്ലോണം അങ്ങോട്ട് വരണം. പിന്നെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 2A വരുന്നുണ്ട്, 1A വരുന്നുണ്ട്. 2 കുത്തിയിടാം നമുക്ക് അറ്റ് ടൈമിൽ. പിന്നെ ബാക്കിയെല്ലാം ലൈറ്റ്, വൈപ്പർ, ഹസാർഡ് എല്ലാം ഇവിടെ തന്നെ വരും. പിന്നെ സെൽഫ്, ഫോൺ, പിന്നെ ഇൻഡിക്കേറ്റർ, ഡിമ്മർ, ബ്രേക്ക്. പിന്നെ അതേപോലെ സെൽഫിന്റെ നമ്മുടെ ഹോണിന്റെ തൊട്ട് തന്നെ ആ സെൽഫ് ഇരിക്കുന്നത് അറിയാതെ പോലും കയറി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമല്ലേ? വെള്ളത്തിന്റെ എവിടെയാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കാണുന്ന ഡിസ്റ്റൻസ് MT എന്ന് പറയുന്നത് ചെറുതല്ലേ? ഇതിനകത്ത് കാണിക്കും. പിന്നെ ഇനിയുള്ള ഇവിടെ കുറച്ച് ഡിസ്പ്ലേകളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ ലെവലിന്റെ, ഇത് സർവീസ് ടൈമിംഗ് ഉള്ളത്. ഇപ്പൊ നോർമലി എല്ലാ വണ്ടിക്കും എഞ്ചിനായിട്ട് കത്തി കിടക്കും, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇത് വാൾട്രിയുടെ, ഈ ഓട്ടത്തിൽ വാൾട്രി ഇങ്ങനെ കത്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസിൽ വിളിച്ച് പറയണം. അതുപോലെ ചാർജ് കയറുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നുള്ളത് ഇവിടെ കുറച്ച് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ WI വരും. പിന്നെ സ്പ്രിങ് പോലെ ഒരു സാധനം വരും. അത് എത്രയാണ് വരുന്നത്. പിന്നെ ലൈറ്റിന്റെ ഇവിടെ കാണിക്കും. ഡിമ്മും ബ്രൈറ്റിന്റെ അവിടെ കാണിക്കും. പിന്നുള്ളത് ഫ്യൂൽ ടാങ്കിന്റെ വരുന്നത്. ഇപ്പൊ MT ആണ് കിടക്കുന്നത്. ഈ കാത്ത MT ലെവലിൽ വരുമ്പോഴാണ് ഈ ബ്ലിങ്ക് ചെയ്യുന്നത്. അല്ലാതെ കുറച്ചുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോപ്പ് കത്തി കിടക്കും. അപ്പൊ അത്യാവശ്യം നമുക്ക് പോകണം. പിന്നെ അങ്ങോട്ട് വരുന്നത് പച്ച കത്തി വരും. ഹാഫ് ടാങ്ക്, ഫുൾ ടാങ്ക്, അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ മാത്രം ഒന്ന് DC പിടിച്ചിട്ട് അടിക്കണ്ട. പിന്നെ സെൽഫിൽ എടുത്തോളൂ. പിന്നെ ഇതേപോലെ ഇത് പൊക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് താക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ കുറച്ച് പോയി പുള്ളിക്കാരൻ അവിടെ ഇതിന് വേണ്ടിട്ട് പോയത്. പുള്ളി പോയിട്ട് ഇത് പൊക്കി വെച്ചിട്ട് അടിക്കുക. വണ്ടി എടുക്കുന്നില്ല, സ്റ്റോപ്പറല്ല കിടക്കുന്നത്. പിന്നെ നമ്മൾ പോയി കൊടുത്തല്ലേ. പിന്നെ അത്രേ ഉള്ളൂ. ബാറ്ററി എല്ലാം സെറ്റ് അല്ലേ?
വാറണ്ടി പിന്നെ അതേപോലെ അടി പെയിന്റ് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിന് പെയിന്റ് അടിക്കരുത്, വാറണ്ടി കിട്ടത്തില്ല. ഇല്ല, നമ്മൾ ചില വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടി പെയിന്റ് അടിക്കും, ഒരു പോകാതിരിക്കാൻ വേണ്ടി. ചിലവന്മാർ അതിന്റെ കൂട്ടത്തിൽ എഞ്ചിനും കൂടെ കയറ്റി അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. 42 മാസത്തെ വാറണ്ടി കിടപ്പുണ്ട്. എത്ര മാസം? 42 മാസത്തല്ലേ? 42 മാസം. പിന്നെ പറഞ്ഞല്ലോ, പിന്നെ നമ്മുടെ ഫീസിന്റെ ബോക്സ് കണ്ട് ഇതിനകത്തായിരിക്കുന്നത്. ഇൻകേസ് ഏതെങ്കിലും ഒരു ഫീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വർക്കാകത്തില്ല, ഇതിന് വേണ്ടിയിട്ട് ഒരു ഫീസ് ഉണ്ട്, ഇതിന് വേണ്ടിയിട്ട് വേറെ വേറെ ഫീസുകളുണ്ട്. എല്ലാത്തിനും ഓരോരോ ഫീസ് ബോക്സ് കണ്ടുവരുന്നത് ഇതിനകത്താണ് വരുന്നത്. ഇത് പുറകിലേക്ക് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫീസ് ഇരിക്കുന്നതാണ്. അതേപോലെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഫീസാണ്, ഏതൊക്കെ ഫീസാണ് വരുന്നത്. 10 ആമ്പിയർ ഉണ്ട്, 15 ആമ്പിയർ ഉണ്ട്, 5 ആമ്പിയർ ഉണ്ട്, അങ്ങനെ എല്ലാം കിടപ്പുണ്ട്. എല്ലാം ഉണ്ടല്ലേ. പിന്നെ ഇപ്പൊ ഓട്ടത്തിൽ പൊക്കോണ്ടിരിക്കുക, എവിടെയെല്ലാം വെച്ചിട്ട് ഇതേപോലെ ഫീസ് അടിച്ച് പോയി. അപ്പോൾ നമ്മൾ വേറെ ഫീസ് മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് കൈയിട്ട് നോക്കിയാൽ മതി, ഇതിനകത്ത് തന്നെ ഫീസിന്റെ ഇതുണ്ടാവും. ഒരു കവറിനകത്താക്കിയിട്ട് ഈ സൈഡിൽ തന്നെ ഇതിന്റെ അടിയിലുണ്ട് ഉണ്ടല്ലേ. അതിലൊക്കെ ഏതാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറ്റി ഇടുമ്പോൾ കറക്റ്റ് ആ ആംബിയർ തന്നെ നോക്കിയിടണം അല്ലേ. അതൊരു പ്രശ്നമാണ്. അല്ല 5 ആംബിയർ 15 അടിച്ചു കഴിഞ്ഞാൽ അതടിച്ചു. പിന്നെ ഇത് മാത്രം ശ്രദ്ധിക്കുക, എപ്പോഴും ഇതെല്ലാം അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടറാണ്, അത് അടിച്ചങ്ങ് പോകും. നല്ല റേറ്റുള്ള സാധനമാണ്. പിന്നെ ക്ലച്ച് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ക്ലച്ച് സ്വിച്ച് ഇതിനകത്ത് കിടപ്പുണ്ട്, വേണമെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പിടിക്കണം. ഇതിനകത്ത് വരുന്നുണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ ക്ലച്ച് പിടിച്ചിട്ട് അടിക്കണമെന്ന് അടിക്കുന്നത്. സെൽഫ് ആയതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് മാറിയാകും. അതാ ക്ലച്ച് പിടിച്ച് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ മോനെ പിടിച്ചോണ്ടിരിക്കല്ലേ, വണ്ടി അങ്ങ് ഉരുണ്ട് പോകും. ഞാനിപ്പോൾ കിടക്കുന്ന സീറ്റ് ബെൽറ്റ് കിടപ്പുണ്ട്, നല്ല ബീഡിങ് കിടപ്പുണ്ട്, അതേപോലെ വീൽ സ്പാനർ കിടപ്പുണ്ട്, മെഡിസിൻ കിറ്റും ടൂൾ കിറ്റും ഇതിനകത്ത് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഫ്രണ്ടിലത്തെ ആ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ അത് ഫിറ്റ് ചെയ്താൽ മതി അല്ലേ. അത്രേ ഉള്ളൂ. പിന്നെ ബമ്പർ ഞാൻ എടുത്തു ഇതിനകത്ത്. ബമ്പർ വെച്ചിട്ടുണ്ടല്ലേ, അകത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഈ കമ്പിയും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് മറഞ്ഞു പോകും അല്ലേ. അതായത് ഇവിടെ ഇപ്പൊ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നതെന്ന് വെച്ചോ, ഇതിന്റെ ഫ്രണ്ട് ഈ കമ്പി വന്നു കഴിഞ്ഞാൽ കാണത്തില്ല, മറഞ്ഞു പോകും. MVD കണ്ടു കഴിഞ്ഞാൽ തെറ്റിയായിരിക്കും. പിന്നെ അതേപോലെ പിന്നെ നമ്മൾ TCR ഇട്ടിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസം മാത്രമേ അത് ഓടിക്കാവുള്ളൂ. അല്ലാതെ മാസം ചെയ്തതിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഫൈൻ അടിക്കും. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ